യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നാം ദൈവവചനം കേൾക്കുവാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ന് പ്രത്യേകമായ വിധത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ വ്യാഴാഴ്ച ദിവസത്തെ പ്രാർത്ഥന നിങ്ങൾക്കൊരനുഗ്രഹമാകും എന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഈ വചനത്തിലൂടെ നമ്മൾ ഓരോ ആവശ്യങ്ങളെയും യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഒന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതിൽ ഒരു നിമിഷം എല്ലാവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തിരക്കുകളൊക്കെ 5-10 മിനിറ്റത്തേക്ക് മാറ്റിവെച്ച് പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ സ്വസ്ഥമായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ വീടിൻ്റെ ഓരോ മുറികളെയും, കയറി വരുന്ന വഴികളെയും, സഞ്ചരിക്കുന്ന ഇടങ്ങളെയും, വാഹനങ്ങളെയും, ആരോഗ്യത്തെയും, തലമുറകളെയും അങ്ങയുടെ കരങ്ങളിൽ, അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെ വചനം കേട്ട് പ്രാർത്ഥിച്ച സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ വചനം കേട്ട് ഒന്ന് പ്രാർത്ഥിക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ്. സുപരിചിതമായൊരു വാക്കാണ്, ഒരു വചനമാണ്. ഫിലിപ്പി ലേഖനം 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആവശ്യമുള്ളതെല്ലാം നൽകും. ആവശ്യമുള്ളതാണ് ദൈവം നൽകുന്നത്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ ഓരോ ദിവസത്തെയും ഡെയിലി ബ്ലെസ്സിങ്ങും പ്രാർത്ഥനയും ശുശ്രൂഷയും ദൈവം ഓരോ ദിവസവും നമുക്ക് ആവശ്യമായത് ദൈവവചനത്തിലൂടെ നൽകാൻ ദൈവം ഒരുക്കിയ വഴിയും ശുശ്രൂഷയുമാണ്. ഇതൊരു അനുഗ്രഹമാണ്. നമ്മൾ പ്രാർത്ഥിക്കുവാണ് ഈ വചനത്തിലൂടെ. ഈ വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളത്. ഇന്നെന്താ എനിക്ക് ആവശ്യമായിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണ്? എന്തോ ഒരു ആവശ്യമാണ് നമ്മുടെ മുമ്പിൽ കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്, ഉത്കണ്ഠാകുലരാക്കുന്നുണ്ട്. ആവശ്യത്തെ ഒന്ന് ഓർത്തെ ആവശ്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവവചനം ഉറപ്പ് നൽകുന്നുണ്ട്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആവശ്യമുള്ളതൊരു വീടായിരിക്കും, ആവശ്യമുള്ളത് ഒരു പുതിയ സ്ഥലമായിരിക്കും, ആവശ്യമുള്ളത് മക്കളുടെ നല്ല ഭാവിയായിരിക്കും, ആവശ്യമുള്ളത് സമാധാനമുള്ളൊരു ജീവിതമായിരിക്കും, ആവശ്യമുള്ളതൊരു സൗഖ്യമാകും, ആവശ്യമുള്ളതൊരു ശുശ്രൂഷയാകും, ആവശ്യമുള്ളത് ആ പിണക്കം മാറണമെന്നുള്ളതാകും, ആവശ്യമുള്ളത് നമ്മുടെ ജീവിതത്തിന് മുമ്പിലൊരു വഴി തുറക്കണമെന്നുള്ളതാകും, കടം മാറണമെന്നുള്ളതാകും. എന്താണോ ആവശ്യം, ആവശ്യത്തെ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ കൊടുത്തേ. ആവശ്യത്തെ കൊടുക്കുമ്പോൾ ഈ നാളുകളിൽ ആ ആവശ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം, ആ യേശുക്രിസ്തു വഴി എന്നുള്ള ഭാഗത്ത് വചനം വഴി നോർത്തെ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് വചനം വഴി, യേശുക്രിസ്തു വഴി, വചനം വഴി, ഈ പ്രാർത്ഥന വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. നിങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെ ഒന്ന് ഓർത്തേ. കുടുംബത്തിൽ സമാധാനം വേണം എന്നതായിരിക്കും ആവശ്യം. യേശുവിൻ്റെ തൃക്കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. അകന്നിരിക്കുന്ന വ്യക്തികൾ ചേർന്ന് വരണം എന്നതായിരിക്കും ഒരാവശ്യം. ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. പണി തീരാത്തൊരു വീടാകാം, ഭവനം പണി പൂർത്തിയാകുന്നില്ല, ആവശ്യത്തെ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുടുംബത്തെ ഒന്ന് തൊടണമേ, എൻ്റെ കുടുംബത്തിലെന്നും വഴക്കാണല്ലോ, ആരും നമ്മെ സംസാരിക്കുന്നില്ലല്ലോ. സമർപ്പിച്ച ആ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക. മക്കളുമായി ബന്ധപ്പെട്ട വിഷയമാകും, യേശുവിൻ്റെ തൃക്കരങ്ങളിൽ കൊടുത്തിപ്പോൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുവാൻ
വിവാഹം കഴിഞ്ഞു, പക്ഷെ തലമുറകളില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തലമുറ വിശ്വാസത്തിൽ, ദൈവത്തിൽ, വചനത്തിൽ വളർന്നു വരാൻ പ്രാർത്ഥിക്കുന്നു. ആ ആവശ്യമായിരിക്കും മുമ്പിലുള്ളത്. മക്കൾ വിശ്വാസത്തിൽ നിന്ന് അകലെയാണല്ലോ, അവർ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, അവർ ദൈവീക കാര്യങ്ങളെ വിമർശിക്കുന്നവരാണല്ലോ എന്ന് ഭാരപ്പെടുന്നുണ്ടാകും. യേശുവിൻ്റെ തൃക്കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുക. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയം, രോഗികളാണോ, ഹോസ്പിറ്റലിലാണോ, രോഗത്തെ ഓർത്ത് ഭയമുണ്ടോ, ഇങ്ങനെയൊക്കെ ഭാരമുണ്ടോ, യേശുവിൻ്റെ തൃക്കരങ്ങളിൽ കൊടുക്കുന്നു. അത്ഭുതകരമായൊരു സൗഖ്യം യേശുവിൻ നാമത്തിൽ സംഭവിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വാടക വീട്ടിൽ താമസിക്കുന്നു. ഒരു നല്ല വീട് ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് നല്ലൊരു വീട് ദൈവമേ അവർക്ക് കൊടുക്കാൻ, ലഭിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽക്കാൻ, സ്ഥലം മേടിക്കാൻ, അതിനൊക്കെ ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നവർ ഇപ്പോൾ ഓർത്ത്, യേശുവേ അങ്ങയുടെ തൃക്കരങ്ങളിൽ കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിച്ചേൽപ്പിച്ചു തരുന്നു. പുതിയൊരു വീട് മേടിക്കാൻ പ്രാർത്ഥിക്കുന്നവർ, പുതിയൊരു വാഹനം മേടിക്കാൻ, പുതിയൊരു കാര്യം ജീവിതത്തിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ കാണും. അവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്നവർ, ഡ്രൈവർമാരായി ജോലി ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നവർ, ടാക്സി ഓടിക്കുന്നവർ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പ്രാർത്ഥിക്കുക. എല്ലാ ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. എല്ലാ ദിവസേനയുള്ള വരുമാനം, കൂലിവേലയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്, ദിവസവും ജോലിക്ക് പോകുന്നവർ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടലിൽ ജോലിക്ക് പോകുന്നവർ, മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർ, ആഴക്കടലിൽ മത്സ്യം പിടിക്കുവാൻ പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുകയാണ്. അതുപോലെ വിശ്വാസത്തിൽ നന്നായി വരാൻ, വിശ്വാസത്തിൽ വളർന്നു വരാൻ പ്രാർത്ഥിക്കുവാണ്. ആത്മീയ വളർച്ചയുണ്ടാകാൻ പ്രാർത്ഥിക്കുക. നിരാശയും ആത്മഹത്യാ പ്രവണതയും ജീവിതത്തിൽ മാറാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവ് നഷ്ടമാകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല നാരകീയ ശക്തികളും നമ്മളെ തൊടാതിരിക്കാൻ യേശുവിൻ്റെ തൃക്കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ശമ്പള വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. വിദേശത്തൊരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. PR കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥിരത ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വീട് മേടിക്കാൻ, ആ രാജ്യത്ത് മേടിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിസയുടെ പ്രശ്നങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. വിദേശ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ചില കള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോലീസ് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഡ്വക്കറ്റായി ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജഡ്ജിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം പോലുള്ള അവസ്ഥകളുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ഭാരമുള്ളത് എടുത്തു പൊക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അലർജി രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളായിട്ടുള്ളവർക്ക് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും ഇന്ന് പ്രാർത്ഥിക്കാൻ എന്താ കാരണം അറിയാമോ? എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്ന് വാഗ്ദത്ത വചനം കേട്ട ദിവസം ഓരോ വിഷയങ്ങളെയും വെച്ച് പ്രാർത്ഥിച്ചത്. ഒരത്ഭുതം നിങ്ങളിൽ സംഭവിക്കട്ടെ, ഒരടയാളം നിങ്ങളിൽ സംഭവിക്കട്ടെ, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. തിങ്കളാഴ്ച മുതലേ ഇതുപോലൊരു ആവശ്യം നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പോവാം. മദ്യപാനം, മയക്കുമരുന്ന്, ലഹരിക്ക് അടിമകളായ വ്യക്തികൾ, സിഗരറ്റ് വലി നിർത്താൻ പറ്റില്ല, ബീഡി വലി നിർത്താൻ പറ്റുന്നില്ല, കുടി മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല, ചീത്ത കൂട്ടുകെട്ടുകൾ മാറാൻ പറ്റുന്നില്ല, കിട്ടുന്ന പണം മുഴുവൻ അങ്ങനെ ദൂർത്തടിച്ച് പോകുന്നു, മദ്യപിച്ച് കളയുന്നു, ചീട്ട് കളിച്ച് കളയുന്നു, പല വിധത്തിൽ ജീവിതവും ഭാവി നഷ്ടപ്പെടുത്തിയവർ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുവാണ്. ആരും ചിന്തിക്കരുത് എൻ്റെ വീട്ടിൽ ആരും ഇല്ലെന്ന്. നമ്മുടെ മക്കളിൽ ആരും ഈ ഒരു വിധത്തിൽ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി കൂടി പ്രാർത്ഥിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ ഈ മാസം മുഴുവൻ നമ്മൾ ആ ഒരു വിഷയത്തിന് വേണ്ടി ഡെയിലി ബ്ലെസ്സിങ്ങിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അറിവുള്ളവരോടും അറിയിപ്പായി സാധ്യമായിരിക്കുന്ന എല്ലാവരോടും പറയണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നാളെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനകളുള്ള ദിവസമാണ്. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ തീരുമാനങ്ങളിൽ, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് ഏതെല്ലാം കാര്യങ്ങളാണ്, ഏതെല്ലാം ആവശ്യങ്ങളാണ് യേശുവിൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചത്, ആ വിഷയത്തിലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതകരം പ്രവർത്തിക്കാൻ ഇടവരട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത യേശു ക്രിസ്തു വഴി, ഈ വചനം വഴി എനിക്കാവശ്യമുള്ളതെല്ലാം എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. ഈ മാസം എന്തു ചെയ്യും, അടുത്തിനി 10 ദിവസം കൂടെയല്ലേ ഉള്ളൂ, എന്തു ചെയ്യും അതൊക്കെ നമ്മുടെ ആവശ്യമാണ്. ആവശ്യങ്ങളെല്ലാം ഈ വചനം വഴി, യേശു ക്രിസ്തു വഴി എനിക്കത് സാധ്യമാവും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കടാക്ഷവും ഉണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെയും 5:30 തന്നെ ഒരുമിച്ച് വചനം കേൾക്കാൻ ആഗ്രഹിക്കുക. ഒരുമിച്ച് വരിക, അതൊരനുഗ്രഹമാണ്. നാളെ 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.